നമ്മുടെ മനുഷ്യന്മാർക്ക് പൊതുവെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ സന്തോഷം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൊട്ടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ സന്തോഷവാനാണെന്ന്. നമ്മുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമുക്ക് ഏറ്റവും അധികം ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഒരു 24 ഹവേഴ്സ് ഒരു ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സമയത്തും നമ്മൾ സന്തോഷിക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കോമഡി കേൾക്കും. നമ്മൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ റീൽ കാണും. നമ്മൾ ഫൺ ആയിട്ടുള്ള റീൽ കാണും. നമ്മൾ കൂട്ടുകാരോടൊക്കെ ആണെങ്കിൽ നമ്മൾ തമാശയ്ക്ക് സംസാരിക്കും. അപ്പോഴൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചും കൂടെ ഫണ്ണാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചിരിക്കും. അപ്പോൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ചിരിയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന കരച്ചിൽ എന്ന് പറയുന്നത്. സങ്കടം എന്ന് പറയുന്നത് ഇല്ലാത്ത മനുഷ്യരില്ല. എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ രീതിയിലുള്ള ഒരു സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനിപ്പോ പല പല കാരണങ്ങളാകാം. ചിലരൊക്കെ ഓർക്കുന്നത് ഇപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് ഓർത്തിട്ടായിരിക്കും ചിലർക്ക് സങ്കടം വരുന്നത്. ചിലർക്ക് ഒരു കടബാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും അവർക്ക് സങ്കടം വരുന്നത്. പല മാറ്റേഴ്സ് ആയിരിക്കും. ഇപ്പം ഇനിയിപ്പോൾ അത് എന്ത് മാറ്റർ ആണെങ്കിലും ഇമോഷൻ എന്ന് പറയുന്നത്, സങ്കടം എന്ന് പറയുന്ന ഒരു ഇമോഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക എന്നുള്ളതാണ്. നമ്മൾ കരയാതിരുന്നാൽ എന്താണ് നമ്മൾ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ട് കാണും. നമ്മൾ ഉള്ളിൽ ഒതുക്കരുത്, അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞാൽ അത് പിന്നീട് കയറി വരും എന്നൊരു ഒരു 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 സോഷ്യൽ നോം എല്ലാവരും പറയുന്നൊരു, വാക്കാൽ ഈ പ്രായമുള്ളവരൊക്കെ പറയുന്നതാണ്. അതിനകത്തൊരു സംഭവം എന്താണെന്നറിയോ? അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സങ്കടം, നമ്മൾ ഉള്ളിൽ തോന്നിയ ആ ഒരു സങ്കടം നമ്മൾ എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിൽ ഇങ്ങനെ കിടക്കും. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഇതുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അനുഭവിച്ച ആ ഒരു സങ്കടവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഒരു സംഭവം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അത് ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മൾ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ നമുക്ക് ഈ കാര്യവും ആ കാര്യവും കൊണ്ട് നമ്മൾ ലിങ്ക് ആക്കും. പിന്നെ അതൊരു വലിയൊരു വിഷമത്തിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. നമ്മൾ ചിരിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കരയുക എന്ന് പറയുന്നത്. പക്ഷെ പലരും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാറില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ആങ്കൊച്ച്, നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണല്ലോ വളർത്തുന്നത്. ഒരു ആങ്കൊച്ച് എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഓ, ആമ്പിള്ളേർ അങ്ങനെ കരയാറൊന്നുമില്ല എന്ന്. ആമ്പിള്ളേർ മനുഷ്യരല്ലേ? ഇപ്പൊ നമ്മളെല്ലാം ബേസിക്കലി ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ മെൻ, വുമൺ എന്നൊരു 2 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ബേസിക്കലി ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ ആ ഒരു സ്പീഷീസിൽപ്പെട്ടവരാണ്. ഒരേ ബ്ലഡും ഒരേ കാര്യങ്ങളുമാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസും ഏറെക്കുറെ സെയിം ആണ്. അതുകൊണ്ട് മറ്റൊരാൾ, നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇരുന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ, അതിപ്പോൾ ആൺ പെൺ വ്യത്യാസം ഒഴികെ ഏതെങ്കിലും ഒരാൾ ഇരുന്ന് കരയുന്നത് നിങ്ങൾ കാണാനിടയാൽ, നമ്മൾ ആദ്യമേ ചെന്ന് അവരെ ആശ്വസിപ്പിച്ച്, അയ്യോ ഒന്ന് പോട്ടെ, നീ കരയാതിരിക്കും. അവരോട് കരയാതിരിക്കാനല്ല പറയുക, അവർക്കൊരു ടൈം, അവർക്ക് സ്പേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പേഴ്സണൽ സ്പേസിനൊക്കെ ഒരു 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 വാല്യൂ ഉണ്ടെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മനുഷ്യൻ സങ്കടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ആ ഒരു സങ്കടത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് സങ്കടപ്പെടുന്നത്. അപ്പൊ ആ ഒരു സങ്കടപ്പെടുന്ന ഒരു സമയം, ഒരു മനുഷ്യൻ സങ്കടപ്പെടുന്ന ഒരു സമയത്ത് അവനെ ശല്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അവർക്ക് ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്ത് അത് ഈ നേച്ചറിലേക്ക് വിട്ട് അതൊന്ന് ഫ്രീ ആക്കണം, അല്ലേ? അവർക്ക് ആ ഇമോഷനിൽ നിന്ന് ഔട്ട് ആവണം. അതിനു വേണ്ടിയിട്ടാണ് അവർ സത്യത്തിൽ നമ്മൾ ചിരിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ ഒരു നല്ലൊരു തമാശ കേട്ടിട്ട് പൊട്ടിച്ചിരിക്കാത്ത ആളെ നമ്മൾ എന്ത് പറയും, അല്ലെ? നല്ലൊരു തമാശ കേട്ടിട്ടും ഉള്ളി ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു, കുറച്ച് പിടിച്ചു വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലൊരു തമാശ കേട്ടിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് നല്ലൊരു സങ്കടം. നമുക്ക് ജീവിതത്തിൽ പലർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളും സങ്കടങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉള്ളിലേക്ക് ഒരുപാട് പിടിച്ചു വെച്ച് ഞെരുക്കാതെ അതിനെ കുറച്ചൊന്ന് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വേയിലൂടെയാണോ അത് എക്സ്പ്രസ് ചെയ്യാൻ ഇഷ്ടം, ആ വേയിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുക. ചിലർക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് പോയിരിക്കാനായിരിക്കും. ബാക്കി ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് ഈ ഒരു കാര്യത്തെ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു 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 വിഷമം ഉണ്ടെന്ന് പറയാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർ ഇൻട്രോവേർട്ട് ആയിരിക്കും, ചിലർ ഉള്ളിൽ തന്നെ ഒതുക്കി നടക്കുന്നവരായിരിക്കാം. എല്ലാം അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ബേസിക്കലി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം, സങ്കടം, എന്ത് തരത്തിലുള്ള ഇമോഷൻ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം ഉള്ളിൽ കിടന്ന് പോകുക. നമ്മൾക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പുകഞ്ഞ് ഒരു തീക്കനലായിട്ട് തീറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കാണുന്ന ജീവിതങ്ങൾ കൊണ്ടാണ്. കാര്യം ഇപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ക്യാരി ചെയ്ത് നടക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ടാവാം. അപ്പോൾ അവരോട് ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, അവരോട് ഞാനിങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഉള്ളിലുള്ള ഒരു സംഭവത്തെ അവർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു സോഷ്യൽ സിസ്റ്റത്തിനനുസരിച്ച് അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കിട്ടുന്നില്ല. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് അവർക്ക് കൊടുക്കുന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ആദ്യമേ ചെന്ന് ഈ ആശ്വസിപ്പിച്ച്, ആശ്വാസം എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, പോട്രാ എന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മളൊരു കാര്യം, പോട്രാ,
എന്നൊരുത്തനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളോട് ഒരു പെൺകുട്ടിയുടെ പോട്ടടി എന്ന് നമ്മൾ പറഞ്ഞു എന്നതുകൊണ്ട് അത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടൈം ഹീൽസ് എവറിത്തിങ് എന്നാണ് പറയുന്നത്. നമുക്കാകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ.